സൈനോട് ഞാൻ എപ്പോ വിളിച്ച് പറഞ്ഞതാ, ഇപ്പോൾ ഈ പെണ്ണ് വന്നിട്ടില്ലല്ലോ. നമ്മളിവിടെ കള്ളന്മാരടിച്ചാട്ടി, എന്നിട്ട് സൈന് ഇവിടെ എത്തിയിട്ടില്ല. സൈന് ഒറ്റക്കല്ലേ, ആ കുട്ടികളൊക്കെ വരണ്ടേ? ആര് വിളിക്കുന്നുണ്ടേ? ചിലപ്പോ സൈനത്തായിരിക്കും. ഹലോ, ആ ക്ലാര മോളാണോ? ആന്റി നേരത്തെ വിളിച്ചിരുന്നു, അപ്പൊ മോള് ഫോൺ എടുത്തില്ലല്ലോ. അതെ, ഇന്ന് നിങ്ങൾക്കൊക്കെ ബാഗും ബുക്കൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. മോൾ അവിടുന്ന് വരെയും ചോദിക്കാൻ വിളിച്ചായിരുന്നു. അല്ല, മോളുടെ മമ്മി വിദേശത്തേക്ക് പോയതല്ലേ, ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്നത്. അപ്പൊ പിന്നെ മോള് എവിടെയും പോയി നിന്നാലും അത് ഞങ്ങൾ ബാധിക്കില്ല മോളെ. വരാം മോളെ, ഞങ്ങളൊരു 4 മണി ആവുമ്പോഴേക്ക് നടത്തും. അപ്പോഴേക്ക് നീ അവിടെ എത്തിയാൽ മതി. ആ ജെന്നി മോളുടെ കൂടെ വന്നാലും മതി. മോളുടെ മമ്മി പൈസ അയച്ചു തന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ ആന്റി അപ്പൊ അവിടുന്ന് തരാം. മോളും ജെന്നി മോളും കൂടെ വാങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. ജെന്നിയുടെ മമ്മി അവിടെ ഉണ്ട് ഉണ്ടല്ലേ? എന്തായാലും മോള് വാങ്ങിയേക്ക്. മോൾക്ക് അങ്ങനെ വാങ്ങാതിരിക്കാൻ പറ്റില്ല. മോൾ അവിടെ പോയി നിൽക്കണമെന്ന് കരുതി മോളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കണ്ടേ? മമ്മി എന്നാ വരാനോ? മമ്മി വണ്ടിക്കാവും മോളെ. എന്താ മോളെ, ആ വണ്ടിക്ക് അവിടെ തന്നെ നിൽക്കണോ? ഇങ്ങോട്ട് പോരെ, വേണ്ടാന്നോ? മോളുടെ ഫ്രണ്ട് അവിടെ, അപ്പൊ മോൾ അവിടെ നിൽക്കുന്നതല്ലേ? എവിടെ വന്ന് ഇടുമ്പോൾ വഴക്കടിക്കാനല്ലേ? പക്ഷെ മോളുടെ കാര്യങ്ങളൊക്കെ ആന്റിനെ വിളിച്ച് പറയണേ. എന്നാ ശരി. ക്ലാര മോളെ വിളിച്ചേ? അവളവിടെ തന്നെ നിൽക്കാതെ വാശി പിടിക്കാല്ലേ? ഞാനേ ആദ്യം ക്ലാരമ്മക്ക് വിളിച്ചു, അപ്പൊ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ നേരെ ജെന്നിയുടെ മമ്മിക്ക് വിളിച്ചു. അപ്പൊ അവരുടെ ഞാൻ ചോദിച്ചു ക്ലാരമോൾ അവിടെ ഇല്ലേന്ന്. അപ്പൊ ജെന്നിയുടെ മമ്മി ആദ്യമില്ലാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനങ്ങ് സമ്മതിപ്പിച്ചു. അപ്പോ അവര് നമ്മളെ എന്താക്കാനാണ്? അവര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ പരിപാടി. അതായത് ക്ലാരമോളെ കാണാതെ ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും വിഷമിക്കണം, അതിന് വേണ്ടി ചെയ്ത ഒരു ചെറിയ കളിയായത്. ഇനിയിപ്പോ ക്ലാരമോൾ അവിടെ നിൽക്കാതെ പറഞ്ഞു, ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഇവർ വെറുതെ ഒരു പിത്തനെ ഉണ്ടാക്കാനായിട്ട് നടക്കാണ്. എന്താണ് ജെന്നിന്റെ ഭാഗം ഇവരോട് ഇത്ര ദേഷ്യം അറിയിക്കുന്നത്? ആർക്കറിയാം, ഇവരുടെ കയ്യിലിപ്പ് ഉണ്ടാവും. അതൊന്നുമല്ല അമ്മേ, അവരുടെ കയ്യിലിപ്പ് അത്ര മോശമല്ല. മതി മതി. ഇതുകൊണ്ട് ഞാൻ പാത്തോനെ കൊണ്ടുറങ്ങിയത്, വണ്ടി സ്ഥലമില്ലാത്തോണ്ട്. അവന്റെ കുട്ടിനെ അവിടെ ഇരുത്തിയതാ. നിങ്ങൾ രണ്ടാളൊന്നും ഉണ്ടാകുന്നാണ് ഈ സ്ഥലത്തെ പാറ കാട്ടിൽ നോക്ക്. എന്റെ മടി കയറി ഇരിക്കുന്നേ. പാറ എന്റെ മടിയിലല്ലേ? എന്റെ മക്കളെ ഇത് നല്ല പോലെ ഇരിക്കും. ദൈവം കുറച്ച് നീങ്ങേ. ഇനി നീങ്ങി അമ്മ ഞാൻ തലത്ത് കിടക്കും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാ അമ്മയുടെ കാശ് ഉണ്ടെങ്കിൽ ഞാൻ വീണോളാം. അയ്യോ പോലീസ് പോലീസ്. ഉസ്മാനെ ബാക്കിലോട്ട് ഇരിക്കും. അതിനെന്തിനാ ചെറിയ കുട്ടികളാന്ന് കുഴപ്പമുണ്ടാവില്ല. പോയി. പിന്നെ ഇനി ആരും അവിടെ എത്തിയിട്ട് എന്റെ പിങ്ക് കൊടക്ക് തന്നെ ഉണ്ടാക്കരുത്. ഞാൻ പിങ്ക് കൊട ഞാൻ തന്നെ പൊട്ടത്തിയാളെ. അവിടെ പിങ്ക് കൊടക്ക് 4 ജനം ഉണ്ടാവും. അത് പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും ഒരേ എടുത്താൽ മതി. ഇവിടെ ലാസ്റ്റ് അല്ല ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞത് പിങ്ക് കൊട എനിക്ക് വേണം. കേട്ടാനോ? എന്ത് പറ കേൾക്കുന്നില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നമസ്കാരം മാം. നമസ്കാരം. എന്താണ് വേണ്ടത്? ആദ്യം നിന്ന കുട്ടികളെ കൊട ആയിക്കോട്ടെ. എങ്ങനത്തെ ടൈപ്പാ വേണ്ടേ? ഫാൻസി ടൈപ്പ് വേണോ അതോ സാധാ വേണോ? ഏതായാലും കുഴപ്പമില്ല. ഈ വലിയ കുട്ടിക്ക് മാത്രം ഒരു സാധാ കൊട. ഇവർക്ക് 3 ഒരു പുള്ളിക്കൊട. അല്ല, ഇവർക്ക് 3 ആളല്ലാതെ വേറെ ഒരാളും കൂടി ഉണ്ട്. അയാൾക്കുള്ളതും കൂടി വേണേ. അത് ഈ ചക്കൻ എടുക്കണ അതേപോലെ തന്നെ കൊടുത്താൽ മതി. ഓക്കെ മാഡം, ഞാൻ എന്നാൽ അംബർലാസിന്റെ സെറ്റ് കൊണ്ടുവരാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തോളൂ. പ്രിൻസസിന്റെ കൊട ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. അത് ഏതൊരു പൊട്ടനില്ലേ? ഓണ് തെറ്റാ പറയേണ്ടതും കൂടി അറിയില്ല. മാഡം, ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കൊട ഏതാന്ന് വെച്ചാൽ എടുത്തോളൂ. ഇതിൽ തെറ്റ ഒരേ ഡിസൈനിലുള്ള കുറെ കൊടകളുണ്ട്. വേറെ വേറെ ഡിസൈനിലുള്ള കൊണ്ടുകുട്ടിയെ. സ്കൂള് തുറക്കുന്നത് മറ്റന്നാളല്ലേ? നിങ്ങള് ഇത്രയും വൈകി വന്നതുകൊണ്ടാ എനിക്ക് കളക്ഷൻസ് ഒക്കെ തീർന്നു. ഏത് കടയിൽ ചെന്നാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. ഓര് പറയണ നമ്മള് പാത്താ തെറ്റ്. നീ ഏത് കൊട മണ്ടിച്ചെടുത്തോടി കുട്ടികളെ. എനിക്ക് പത്തക്കന്റെ കൂടെ എനിക്ക് പാത്തൂന് അതെ മതി. എനിക്ക് ബ്ലൂ. എനിക്ക് സോറി, ആ ബ്ലൂല് ഒന്ന് ഡാമേജ് ആണ്. എന്താ ചെയ്യാം? ചേച്ചി ഞാൻ എടുത്തോളാം. പറ്റില്ല, എനിക്ക് വേണോ? എന്തോ ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ വന്നല്ലേ ഉള്ളൂ. എന്നോട് തുള്ളി സ്നേഹം പോലെ ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, എനിക്കില്ല. എനിക്ക് വേണ കൂടാ, അത്രേ ഉള്ളൂ. എനിക്ക് വേണം. എന്ത് ഭംഗിയാ കൂടെ കാണാനായിട്ട്. ഇനി ഒന്നും പറയണ്ട, അത് എനിക്ക് വേണം. 2 പേര് വഴക്കടിക്കല്ലേ? എനിക്ക് നിങ്ങൾ മേടിക്കും. അമ്മേ, ഞാനില്ല ആദ്യം ബ്ലൂ കോടാന്ന് പറഞ്ഞത്. അവളാണോ? അവൾ തന്നെ ആദ്യം പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ലേ? അമ്മേ, എനിക്ക് വേണം അത്. എന്ത് ഭംഗിയാ കാണാനായിട്ട്. അത് പിന്നെ എന്റെ പ്രായത്തിന് പറ്റിയവർക്കുള്ള കൂടെ. അത് ഇവളോട് 10 കൂടെ എടുക്കാൻ പറ. എനിക്കൊന്ന് വേണ്ട 10 കൂടാ. ഇത് ഇത്രയും വലിപ്പം വരുന്നുണ്ട്. അപ്പൊ ഇത് മോക്ക് പറ്റിയോ? അത് താനാണ് തീരുമാനിക്കുന്നത്. ഞാനില്ലേ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ബഹുമാനം വേണം. ചേട്ടാ, ആ കൊട എനിക്ക് വേണം. അത് എന്റെ പ്രായത്തിലുള്ളവർക്കുള്ളതല്ലേ? അതിന് കണ്ട കാറും ഇതൊക്കെ അത് എന്റെ പ്രായത്തിലുള്ളവർക്കല്ലേ? ചേച്ചിക്കുള്ളതല്ലോ. അത് മോള് പറഞ്ഞത് ശരിയാ. ഈ കുട വലിയവർക്കുള്ളതല്ല, കുട്ടികൾക്കുള്ളതാ. അതെന്താ വലിയവരെടുത്ത കുഴപ്പം ചേട്ടാ? അല്ല, ഞാൻ പറഞ്ഞേ. അല്ല ചേച്ചി, നേരത്തെ വീട്ടിൽ വരുമ്പോ ഞാൻ ഇങ്ങനത്തെ കളർ കോഡ് ഒന്നും എടുക്കത്തില്ലെന്ന് പറഞ്ഞേ. പക്ഷെ കണ്ടപ്പോ എന്റെ മനസ്സ് മാറിപ്പോയി. എന്ത് ചെയ്യാനാ? ഈ ചേച്ചിയുടെ ഒരു കാര്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 2 പേര് വാങ്ങിക്കരുത്. അല്ലാതെ നടക്കില്ല. ദേവു, നീ വിട്ടുകൊടുത്തേക്ക്. നീ വലുതല്ലേ. അങ്ങനെ പിന്നെ വിട്ടുകൊടുക്കുന്നില്ല ചേട്ടാ. ഞാൻ അത്രയ്ക്ക് താഴെ തീരുമാനിച്ചിട്ടില്ല. ഞാനിത് തിരിച്ചു കൊണ്ടുവെക്കട്ടെ? 2 പേർക്കും വേണ്ടില്ല. അല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇത്രയും വഴക്കുണ്ടാക്കിയത്? ഞാൻ അയാളുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയാതിരുന്നില്ല. 2 പേർക്ക് കടന്ന് വാങ്ങി തരുന്നില്ല കേട്ടോ. അമ്മേ, എന്ത് അമ്മ? 2 പേർക്ക് ഞാൻ കട വാങ്ങി തരുന്നില്ല. എന്ത് പോയത്? ഒരു സ്ഥലത്ത് വന്നോണ്ടല്ലോ കുറച്ച് മാനേജ് സ്കിപ്പ് ചെയ്യാം. അതൊന്നും എന്റെ മക്കില്ല. നടുവത്തിൽ വെച്ചാണ് തല്ലു പിടിച്ചോട് വേണ്ടു. അമ്മേ, ഇവള് നോക്കിയിട്ട് വിട്ടു തന്നൂടെ? എന്നിട്ട് പിങ്ക് കൊട എടുത്തൂടെ? ഞാൻ പിന്നെ നല്ലത് കുട്ടികൾ കളിക്കണമെന്ന് വെച്ചിട്ടാ ഞാൻ ബ്ലൂ പറഞ്ഞേ. അപ്പൊ അത് തന്നെ അവൾക്ക് വേണം. അവൾ വാശി പിടിക്കുക. ഞാൻ എന്ത് ചെയ്യാമ്മേ? ഞാനല്ല അത് പറഞ്ഞു. എനിക്കത് അത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടതാ. എന്തമ്മേ, ഞാൻ ആദ്യം പറഞ്ഞു എനിക്കത് വേണമെന്ന്. അതെ, എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടതാ. ആ ഒറ്റയ്ക്ക് എത്രയോ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇവിടേക്ക് ഒറ്റയ്ക്ക് എടുത്തപ്പോ എനിക്ക് വെറൈറ്റി വേണം. എന്തായാലും എനിക്കത് വേണം. ഞാൻ
പറഞ്ഞു വേണ്ടമ്മേ എനിക്കത് വേണം 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 വേണം